ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും വിൻസ്പയറിന്റെ ഇംഗ്ലീഷ് ക്ലാസ്സസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഒരു സെഷനിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇംഗ്ലീഷ് ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മൾ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുമെന്ന്. ഇന്ന് ആദ്യത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത്. നമ്മൾ ഇന്ന് ഇംഗ്ലീഷ് വൊക്കാബുലറിയിലെ കളക്റ്റീവ് നൗൺ എന്ന ഭാഗമാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഞാൻ കൂടുതൽ ആമുഖങ്ങളൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം. ആദ്യമായിട്ട് എന്താണ് കളക്റ്റീവ് നൗൺ എന്ന് ചോദിച്ചാൽ, ഒരു നൗണിന്റെ കൂട്ടത്തിനെ പറയുന്ന പേരാണ് കളക്റ്റീവ് നൗൺ. നൗൺ എന്ന് പറയുമ്പോൾ ഒരു വസ്തുവിന്റെയോ അല്ലെങ്കിൽ ഒരു ജീവിയുടെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെയോ കൂട്ടം, വ്യക്തികളുടെയോ കൂട്ടത്തെ നമുക്ക് കളക്റ്റീവ് നൗൺ എന്ന് പറയാം. ഇപ്പൊ വ്യക്തികളുടെ കൂട്ടത്തെ നമ്മൾ ആൾക്കൂട്ടം എന്ന് മലയാളത്തിൽ പ്രയോഗിക്കാറുണ്ട് അല്ലെ. ഇതുപോലെ തന്നെ സിംഹങ്ങളുടെ കൂട്ടത്തിന് ഇംഗ്ലീഷിൽ ഒരു പേര് പറയാറുണ്ട്, കടുവകളുടെ കൂട്ടത്തിന് മറ്റൊരു പേര് പറയാറുണ്ട്. ഇതൊക്കെ സ്ഥിരം ഇംഗ്ലീഷിൽ PSCയിൽ ചോദിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കണക്ട് ചെയ്ത് പഠിക്കുകയാണ് കേട്ടോ. നമുക്ക് പറ്റുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കുകയാണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്കൊരു ചിത്രം കാണാൻ കഴിയും അല്ലെ. ചിത്രം നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ആ ചിത്രത്തിൽ എന്തൊക്കെയാ ഉള്ളത്? കുറെ യാത്രക്കാര് ഒട്ടകപ്പുറത്തിരിക്കുകയാണ് അല്ലെ. അവരുടെ വഴി തടസ്സപ്പെടുത്തിക്കൊണ്ട് കുറച്ച് ആടുകൾ നിൽപ്പുണ്ട് അല്ലെ. ആടുകളാണ് കാണുന്നത്. ദെൻ ആകാശത്തേക്ക് നോക്കുന്ന സമയത്ത് കുറച്ച് പക്ഷികളുമുണ്ട് അല്ലെ. ഇത്രയും നിങ്ങൾ ആ ചിത്രത്തിൽ കാണുന്നില്ലേ? ഈ ചിത്രം നന്നായിട്ട് നിങ്ങളുടെ മനസ്സിലൊന്നും നിങ്ങൾ ഡിസ്പ്ലേ ചെയ്യുക. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. ബേർഡ്സ് അഥവാ പക്ഷികൾ, ഷീപ്പ് ചെമ്മരിയാട്, ഗോട്ട് ആട്, ക്യാമൽ ഒട്ടകം, പീജിയോൺ പ്രാവ്, ബസ്റ്റാർഡ്സ് അതൊരു ഇനം പക്ഷികളാണ്. ദെൻ ടൂറിസ്റ്റ് സഞ്ചാരികൾ, ഇവയുടെ എല്ലാം കൂട്ടത്തെ നമ്മൾ ഇംഗ്ലീഷിൽ ഫ്ലോക്ക് എന്ന് തന്നെയാണ് പറയാറ്. ഓക്കെ അല്ലേ? അപ്പൊ ആ ഒരു ചിത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് ആ പറഞ്ഞതെല്ലാം കിട്ടുന്നില്ലേ? ആ പറഞ്ഞതെല്ലാം നിങ്ങൾ കാണുന്നുണ്ടല്ലോ. സോ ബേർഡ്സിന്റെ കൂട്ടത്തിന് നമ്മൾ ഫ്ലൈറ്റ് എന്ന് കൂടി പറയും. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കൂട്ടത്തിൽ പോകുന്ന പല കാര്യങ്ങളെയും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഫ്ലോക്ക് എന്ന് തന്നെ പറയാറുണ്ട്. കൂട്ടത്തിൽ പോകുന്നു എന്ന് പറയുമ്പോൾ കൂട്ടം എന്നല്ല, സാധാരണ കൂട്ടത്തിൽ സഞ്ചരിക്കുന്നത്. ആടുകൾ കൂട്ടത്തിൽ സഞ്ചരിക്കാറാണ് പതിവ് അല്ലെ. ഒട്ടകങ്ങളും കൂട്ടത്തിൽ സഞ്ചരിക്കലാണ് പതിവ്. പക്ഷികളുടെ കാര്യം പറയേണ്ടതില്ല, കൂട്ടത്തിലാണ് സഞ്ചരിക്കുന്നത്. പിന്നെ ബേർഡ്സ് പക്ഷികളുടെ കൂട്ടത്തെ നമ്മൾ ഫ്ലൈറ്റ് എന്നും കൂടി പറയാറുണ്ട് എന്ന് ഓർക്കുക. പറക്കുന്നത് എന്നർത്ഥത്തിൽ ഫ്ലൈറ്റ് എന്ന് കൂടി പറയാറുണ്ട്. അപ്പൊ ഈ ഒരു ചിത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് ഓർക്കാൻ കഴിയുന്നുണ്ടോ? ബേർഡ്സ്, ഷീപ്പ്, ഗോട്ട്, ക്യാമൽ, പീജിയോൺ, ബസ്റ്റാർഡ്സ്, ടൂറിസ്റ്റ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അപ്ലൈ ചെയ്യുന്നത് ചിത്രങ്ങൾ നോക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഒരു ചിത്രത്തെ, ഒരു മെന്റൽ ഇമേജിനെ നമ്മുടെ മനസ്സിൽ ചിത്രീകരിച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം കേട്ടോ. കോവിഡിനേക്കാൾ കുറച്ചുകൂടി നിങ്ങൾക്ക് ഉപകാരപ്പെടുക അതായിരിക്കും. അപ്പൊ ഈ ഒരു ചിത്രം നന്നായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ പറഞ്ഞ ഈ ഒരു കാര്യം കൂടി മനസ്സിലുണ്ടാവുക. കൂട്ടത്തിൽ നടക്കുന്നത് ബേർഡ്സ്, ഷീപ്പ്, ഗോട്ട്, ക്യാമൽ, പീജിയോൺ, ബസ്റ്റാർഡ്സ്, ടൂറിസ്റ്റ്. ഈ ഒരു ചിത്രം നോക്കിക്കൊണ്ട് നിങ്ങൾ ഇത്രയും പേര് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പഠിക്കുക. ഇവകൾക്ക് എല്ലാത്തിനും കൂടി നമ്മൾ പറയുന്ന പേര് ഫ്ലോക്ക് എന്നാണ്. അത് സെറ്റ് അല്ലേ? ദെൻ അടുത്തതിലേക്ക് വരാം. അപ്പൊ ഈ മുകളിൽ കൊടുത്തിരിക്കുന്നത് കളക്റ്റീവ് നൗൺ ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞതില്ല, ഫ്ലോക്ക് കളക്റ്റീവ് നൗൺ ആണ്. ഇനി പറയുന്നതിൽ ക്ലസ്റ്റർ എന്നത് ഒരു കളക്റ്റീവ് നൗൺ ആണ്. ക്ലസ്റ്റർ, ഇനി താഴെ പറയുന്ന നൗൺസിന്റെ എല്ലാം കളക്ഷനെ നമ്മൾ എന്ത് പറയാറുണ്ട്? ക്ലസ്റ്റർ എന്ന് പറയാറുണ്ട് അല്ലെ. ക്ലസ്റ്റർ, നിങ്ങൾ ക്ലസ്റ്റർ മീറ്റിംഗ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ക്ലസ്റ്റർ എന്ന് പറയുന്നത് കൂട്ടം എന്നുള്ള അർത്ഥത്തിനാണ്. എന്തിന്റെ കൂട്ടം എന്ന് ചോദിച്ചാൽ നട്ട്സ്. അതേപോലെ വേർഡ്സ്, വാക്കുകളുടെ കൂട്ടത്തിനെ നമ്മൾ എന്ത് പറയും? ക്ലസ്റ്റർ എന്ന് പറയും. ക്യാറ്റ്സ്, പൂച്ചകൾ, എന്തല്ല പൂച്ചക്കുട്ടിയല്ല, പൂച്ചകൾ, പൂച്ചകളുടെ കൂട്ടത്തിനെ നമ്മൾ ക്ലസ്റ്റർ എന്ന് പറയും. ദെൻ ഗ്രാസ് ഹോപ്പേഴ്സ്, പുൽച്ചാടി, പുൽച്ചാടിയുടെ കൂട്ടത്തിനെ നമ്മൾ ക്ലസ്റ്റർ എന്ന് പറയും. സ്പൈഡേഴ്സ്, ചിലന്തികളുടെ കൂട്ടത്തിനെ നമ്മൾ എന്ത് പറയും? ക്ലസ്റ്റർ എന്ന് പറയും. ഇനി ഞാൻ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു മെന്റൽ ഇമേജ് തരികയാണ്. ആ ചിത്രം കണ്ടില്ലേ? ഒരു ന്യൂസ് പേപ്പർ അല്ലെ. ന്യൂസ് പേപ്പറിൽ കുറെ വാക്കുകളുണ്ട്. ആ ന്യൂസ് പേപ്പറിന്റെ മുകളിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കുക. കുറച്ച് നട്ട്സ് ആണ് അവിടെ ഇട്ടിരിക്കുന്നത്, കുറച്ച് നട്ട്സ് ആണ്. ദെൻ അവിടെ ഒരു സ്പൈഡർ ഇരിക്കുന്ന കണ്ടില്ലേ? ഒരു ചിലന്തി, പൂച്ചയുടെ വാലിലായിട്ട് ഒരു ചിലന്തി ഇരിക്കുന്നു. അതിനപ്പുറം ഒരു ഗ്രാസ് ഹോപ്പർ ഇരിപ്പുണ്ട്, പുൽച്ചാടി ഇരിപ്പുണ്ട്. ഈ പൂച്ച എന്ത് ചെയ്യാണ്? ഇവയെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പോ ഇങ്ങനെ ഓർക്കുക, പത്രത്തിന്റെ മുകളിലുള്ള നട്ട്സില്
പുൽച്ചാടിയും ചിലന്തിയും വന്നിരുന്നു. ആ സമയത്ത് ഒരു പൂച്ച വന്ന് പുൽച്ചാടിയെ നോക്കിക്കൊണ്ടിരിക്കുന്നു അല്ലെ. അപ്പൊ പത്രത്തിന് മുകളിലുള്ള ആ നട്സില് പുൽച്ചാടിയും ചിലന്തിയും വന്നിരുന്നു. പുൽച്ചാടിയെ നോക്കാൻ വേണ്ടി ഒരു പൂച്ചയും വന്നു. നമ്മളിങ്ങനെ പറഞ്ഞു പഠിക്കുന്നതിനേക്കാൾ നല്ലത് ആ ഒരു മെന്റൽ ഇമേജ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇവ എല്ലാത്തിനെയും നമ്മൾ ക്ലസ്റ്റർ എന്ന് പറയുന്നു. ക്ലസ്റ്റർ എന്ന് പറയുന്നു. ഓക്കെ അല്ലേ? ദെൻ ഇനി ബഞ്ച് ആണ്. ബഞ്ച് ബഞ്ച് എന്ന് പറയുമ്പോൾ BUNCH ബഞ്ചാണ്. അപ്പോൾ ബഞ്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആദ്യം മനസ്സിൽ വരുന്നത് ബെഞ്ച് ആയിരിക്കും അല്ലെ. ബെഞ്ച് ബെഞ്ച് നമ്മൾ ഇരിക്കുന്ന ബെഞ്ച്. ആ ബെഞ്ചിന്റെ സ്പെല്ലിംഗ് BENCH ആണ്. അപ്പൊ ജഡ്ജസിന്റെ കൂട്ടത്തിൽ നമ്മൾ ബെഞ്ച് എന്നാ പറയുക. 2 അംഗ ബെഞ്ച്, 3 അംഗ ബെഞ്ച് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതിനർത്ഥം ജഡ്ജസ് എന്നാണ്. 2 ജഡ്ജസ് ഉള്ള പാനൽ അല്ലെങ്കിൽ 3, 4 ജഡ്ജസ് ഉള്ള പാനൽ എന്നാണ് അതിനർത്ഥം. ദെൻ ഇനി ഫ്ലവേഴ്സ്, കീസ്, ബനാനാസ്, ഗ്രേപ്സ് ഇവകളുടെ കൂട്ടത്തിന് നമ്മൾ ബഞ്ച് എന്ന് പറയും. BUNCH ആണത്. BUNCH ബഞ്ച് ആണ്. അപ്പൊ ഈ ബഞ്ചിന്റെ പ്രത്യേകത കുലകളായിട്ട് നിൽക്കുന്ന, ഒരു കുലകൾ പോലെ നിൽക്കുന്ന, ഇപ്പൊ മുന്തിരിക്കുല അല്ലെ, വാഴക്കുല അതുപോലുള്ള. അപ്പോ താക്കോലിന്റെ കൂട്ടങ്ങളും അതേപോലെയാണ് വരുന്നത്. അപ്പോൾ കീസ്, ബഞ്ച് ഓഫ് കീസ്, ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് ഇതെല്ലാം നമുക്ക് ഒരു കുല പോലെ എടുത്തു വെക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ആ ചിത്രത്തിൽ കാണാൻ കഴിയും. കുറച്ച് ജഡ്ജസ് അവിടെ ഇരിപ്പുണ്ട് അല്ലെ. അപ്പൊ ജഡ്ജസ് അവിടെ ഇരിപ്പുണ്ട്. അതിലിപ്പുറത്ത് നിൽക്കുന്ന ആ ഒരു ജഡ്ജിന്റെ പോക്കറ്റിൽ ശ്രദ്ധിച്ച് കുറച്ച് കീസ് ഉണ്ട് അല്ലെ, കുറച്ച് താക്കോലുണ്ട്. ദെൻ അവരുടെ മുന്നിലായിട്ടുള്ള ടേബിളില് ബഞ്ച് ഓഫ് ബനാനാസ്, ബഞ്ച് ഓഫ് ഗ്രേപ്സ്, ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് ഇത് ഇത്രയും ഉണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, ഈ ഒരു മെന്റൽ ഇമേജ് കൃത്യമായിട്ട് നിങ്ങളുടെ മനസ്സിലൊന്ന് പതിയിക്കാൻ ശ്രമിക്കുക. അത് കോഡിനേക്കാൾ കുറച്ചുകൂടി എഫക്റ്റീവ് ആയിരിക്കും. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. ദെൻ എങ്ങനെ കോഡുകൾ നിർമ്മിക്കാം, എങ്ങനെ മെന്റൽ ഇമേജ് നിർമ്മിക്കാം എന്നുള്ളൊരു സ്പെഷ്യൽ സെഷൻ ഞാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അതിന് ആവശ്യമുണ്ട് എങ്കിൽ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പോ ജഡ്ജസ് ബെഞ്ച് ആണ്, BENCH. ഇനി ഫ്ലവേഴ്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഫ്ലവേഴ്സിനെ കുറിച്ച് ബൊക്കെ എന്നും പറയാറുണ്ട്. നമ്മൾ സ്ഥിരം പറയുന്നതാണ് അല്ലെ ബൊക്കെ. പ്രോഗ്രാമിനൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ കല്യാണത്തിന് ബൊക്കെ കൊടുക്കാറുണ്ട്. അപ്പൊ ബൊക്കയുടെ സ്പെല്ലിംഗ് കൂടി ശ്രദ്ധിക്കുക. BOUQUET ആണ് ബൊക്കെ. BOUQUET. ഓക്കെ അല്ലേ? ദെൻ ഫ്ലവേഴ്സ്, കീസ്, ബനാനാസ്, ഗ്രേപ്സ് ഇതെല്ലാം ബഞ്ചാണ്. ജഡ്ജസ് ബെഞ്ചാണ്. ക്ലിയർ ആയോ? ദെൻ ഇനി കുറച്ച് രസകരമായിട്ടുള്ള കളക്റ്റീവ് നൗൺസ് നോക്കാം. ആദ്യത്തെ ചിത്രം കണ്ടോ? ആദ്യത്തെ ചിത്രത്തില് ആരുണ്ട്? ഒരു ആർട്ടിസ്റ്റ് ഉണ്ട് അല്ലെ. ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ കുറച്ച് മങ്കീസും ഉണ്ട്. അപ്പൊ ആർട്ടിസ്റ്റും മങ്കീസും ഞാൻ അവിടെ കൊടുക്കാനുള്ള കാരണം അവ രണ്ടുപേരെയും നമുക്ക് ട്രൂപ്പ് എന്ന് തന്നെ പറയാം. പക്ഷെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക, സ്പെല്ലിംഗ് തെറ്റിയാൽ അടി കിട്ടും. ആർട്ടിസ്റ്റിന്റെ ട്രൂപ്പിന്റെ സ്പെല്ലിംഗ് TROUPE ആണ്. മങ്കീസിന്റെ സ്പെല്ലിംഗ് ട്രൂപ്പ് എന്ന് പറയുമെങ്കിലും TROOP ആണ്. ഇനി ആക്ടേഴ്സും ആർട്ടിസ്റ്റുകൾ തന്നെയാണ്. പക്ഷെ നമ്മൾ ആക്ടേഴ്സ് എന്ന് എടുത്ത് പറഞ്ഞാൽ, ആക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അഭിനയിക്കുന്ന ആളെന്നാണ്. ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ കലാകാരനാണ്. കലാകാരൻ ഏത് കലയുമായിട്ട് ഇടപെടുന്ന ആളുകളെയും നമുക്ക് കലാകാരൻ എന്ന് പറയാം. എന്നാൽ അഭിനയം എന്ന കല ചെയ്യുന്ന ആളുകളെ കുറിച്ച് മാത്രമേ ആക്ടേഴ്സ് എന്ന് പറയാൻ പറ്റൂ. നാടകം, സിനിമയൊക്കെ. അപ്പോൾ നമ്മൾ സിനിമ കമ്പനി എന്ന് പറയാറില്ലേ? അപ്പൊ അത് ആക്ടേഴ്സിന്റെ ഗ്രൂപ്പ് ആയതുകൊണ്ടാണെന്ന് ഓർക്കുക. അതേപോലെ സിനിമാസിന്റെ റിവ്യൂ ഒക്കെ വരുന്ന സമയത്ത് അതിന്റെ കാസ്റ്റ് ഇത്ര ആളുകളുണ്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ ആ കാസ്റ്റ് എന്നതിനർത്ഥം ആക്ടേഴ്സിന്റെ ഗ്രൂപ്പാണ്. അപ്പൊ ആക്ടേഴ്സിന്റെ ഗ്രൂപ്പ് നമ്മൾ കമ്പനി, കാസ്റ്റ് എന്ന് പറയും. അപ്പൊ അവിടെ ഓർക്കുക, ഫാൽക്കന്റെ കൂട്ടത്തെയും നമ്മൾ എന്ത് പറയാറുണ്ട്? കാസ്റ്റ് എന്ന് പറയാറുണ്ട് കേട്ടോ. ഫാൽക്കന്റെ ഗ്രൂപ്പിനെയും കാസ്റ്റ് എന്ന് അവിടെ പറയാറുണ്ട് എന്ന് അവിടെ ഓർക്കുക. ദെൻ നമ്മൾ ട്രൂപ്പിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിലേക്ക് വരിക. ഇവിടെ ആദ്യം കൊടുത്തിരിക്കുന്ന ചിത്രം നിങ്ങളുടെ മനസ്സിലേക്ക് വരിക. അവിടെ ഒരു പെയിന്റിങ്, ആ പെയിന്റിങ്ങിന് മുന്നിൽ ഒരു ആർട്ടിസ്റ്റും ഉണ്ട്, കുറച്ച് മങ്കീസും ഉണ്ട്. അപ്പൊ ആർട്ടിസ്റ്റിന്റെയും മങ്കീസിന്റെയും ഗ്രൂപ്പിനെ നമ്മൾ ട്രൂപ്പ് എന്ന് തന്നെ പറയും. പക്ഷെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? ഇനി അടുത്ത ചിത്രത്തിലേക്ക് വരാം. അവിടെ ഒരു ബോർഡ് ഉണ്ട് അല്ലെ. ബോർഡിന്റെ ഫ്രണ്ടിലായിട്ട് കുറച്ച് കോഴികളും ഉണ്ട്. ദെൻ ഒരു വ്യക്തി നിൽപ്പുണ്ട്. അപ്പൊ അദ്ദേഹം ഡയറക്ടറാണ്. സിനിമാ സംവിധായകൻ എന്ന അർത്ഥത്തിലല്ല, നമ്മുടെ കമ്പനീസിന്റെ ഒക്കെ ഡയറക്ടേഴ്സ് ഉണ്ടല്ലോ, അവരെ കുറിച്ച്, അവരുടെ ഗ്രൂപ്പിനെ കുറിച്ച് നമ്മൾ ബോർഡ് എന്നാ പറയുക. എ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ഡയറക്ടോറിയൽ ബോർഡ് എന്നൊക്കെ തന്നെയാണ് നമ്മൾ പറയാറ്.
ഓക്കെ അല്ലേ? അപ്പൊ ഡയറക്ടോറിയൽ ബോർഡ്. അതോടൊപ്പം തന്നെ ആ ബോർഡിന്റെ ഫ്രണ്ടിൽ ആരും ഉണ്ട്? കുറച്ച് ചിക്കൻസും ഉണ്ട്. ചിക്കൻസ്, ഇവിടെ ചിക്കൻസ് അല്ല, ചിക്കൻസ് ആവുമ്പോ കോഴി കുഞ്ഞുങ്ങൾ എന്നാവും. സോ കുഴപ്പമില്ല, നമുക്ക് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാം അല്ലെ. ചിക്കൻസിന് നമ്മൾ ബോർഡ് എന്ന് പറയില്ല, ബ്രൂഡ് എന്ന് പറയും കേട്ടോ. ബോർഡ് എന്ന് പറയില്ല, ബ്രൂഡ് എന്ന് പറയും. ഓക്കെ അല്ലേ? ഇനി താഴേക്ക് വരാം. താഴെ പിക്ചേഴ്സിൽ പിഗ്ലെറ്റ് പന്നിക്കുട്ടിയുണ്ട്, കിറ്റൻ പൂച്ചക്കുട്ടിയുണ്ട്, പപ്പീസ് നായക്കുട്ടികളുണ്ട്. അവകളുടെ എല്ലാം കയ്യില് കത്തുകളുണ്ട് അല്ലെ. അപ്പൊ കത്തും വെച്ച് നായക്കുട്ടിയും പട്ടിക്കുട്ടിയും പന്നിക്കുട്ടിയും നിൽക്കുകയാണ്. കത്ത് വെച്ച് നായക്കുട്ടിയും പട്ടിക്കുട്ടിയും പന്നിക്കുട്ടിയും നിൽക്കുകയാണ്. അപ്പൊ പപ്പീസ്, കിറ്റൻ, പിഗ്ലെറ്റ്സ് ഇവയുടെ കൂട്ടത്തെ നമ്മൾ ലിറ്റർ എന്ന് പറയും. ലെറ്റർ അല്ല, ഒരക്ഷരം ഒന്ന് മാറുന്നു, ലിറ്റർ എന്നാകുന്നു. ഓക്കെ അല്ലേ? ഇനി ബെൽസ്, മണി. അമ്പലത്തിലെ മണികളൊക്കെ ചിലപ്പോൾ 2-3 ഗ്രൂപ്പായിട്ടുള്ള മണികൾ ഉണ്ടാവും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിനെ നമ്മൾ പീൽ എന്ന് പറയുന്നു. അപ്പൊ ബെൽ, പീൽ, ബെൽ, പീൽ പറയുമ്പോൾ ഒരു പ്രാസം കിട്ടുന്നില്ല, അങ്ങനെ പഠിക്കുക. ബെല്ല്, പീല്, ബെല്ല്, പീല്. ദെൻ ഫിഷ്. ഫിഷിന്റെ ഒക്കെ പിക്ചർ ഞാൻ ഇവിടെ കൊടുക്കാത്തതാണ്, കാരണം അല്ലാതെ തന്നെ നമുക്ക് രസകരമായിട്ട് തോന്നും. ഫിഷിന്റെ കൂട്ടത്തെ സ്കൂൾ എന്ന് പറയുന്നു. അപ്പൊ ഫിഷ് ഇല്ലാതെ സ്കൂളിൽ പോകില്ല എന്ന് ഓർക്കുക. നമ്മൾ ഫിഷ് ഇല്ലാതെ അല്ലെ, ഉച്ചയ്ക്ക് മീൻകറി ഇല്ലെങ്കിൽ സ്കൂളിൽ പോകില്ല. ഫിഷ് ഇല്ലാതെ സ്കൂളിൽ പോകില്ല. ഇനി സ്കൂളിലെ ചില ആളുകൾ പറഞ്ഞ് ചെറിയ കുട്ടികൾ ഷോൾ എന്നൊക്കെ പറയാറുണ്ട് അല്ലെ, നാക്ക് തിരിയാതെ. ആ ഷോൾ, സ്കൂൾ, ഷോൾ. അപ്പൊ രണ്ടും ഫിഷിന്റെ കൂട്ടത്തെയാണ് പറയാറ്. സ്കൂൾ ആയാലും ഷോൾ ആയാലും ഫിഷിന്റെ കൂട്ടത്തെ തന്നെയാണ് പറയാറ്. ക്ലിയർ ആയോ? ദെൻ ഇനി ഹെയർസ്. ഹെയർസ് എന്ന് പറയുമ്പോൾ ഒരു കാട്ടുമുയൽ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. അവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ആദ്യം കാണുന്ന ചിത്രം ഹെയർസിന്റെ ആണ്. ഇവിടെ ആദ്യം കാണുന്ന ചിത്രം ഹെയർസിന്റെതാണ്. അപ്പൊ ഹെയർസ് റാബിറ്റ് ആണ്. റാബിറ്റ് എന്ന് പറയുമ്പോൾ വെറും റാബിറ്റ് അല്ല, കാട്ടുമുയലാണ്. കാട്ടുമുയലിന്റെ കൂട്ടത്തെ നമ്മൾ ഡൗൺ എന്ന് പറയും. അപ്പൊ മുയൽ എന്ത് ചെയ്യുന്നു? ചാടി നേരെ താഴേക്ക് പോകുന്നു. മുയല് ചാടി താഴേക്ക് പോകുന്നു. അപ്പൊ ഡൗൺ എന്ന് പറഞ്ഞാൽ താഴെ എന്നല്ലേ. ദെൻ ലയൺസ്, സിംഹം. ഭയങ്കര പ്രൈഡ് ആണ് അല്ലെ, അഭിമാനമുള്ളതാണ്. സിംഹം വരുന്നത് കാണുമ്പോൾ തന്നെ ഭയങ്കര അഭിമാനമാണ്. അതുകൊണ്ടാണ് ചില ചിത്രങ്ങളിലൊക്കെ നായകൻ മാസ് കാണിച്ചു വരുമ്പോ നായകന്റെ സ്ഥാനത്ത് സിംഹത്തെ കൂടി കാണിക്കുക അല്ലെ. അപ്പൊ ലയൺസ്, പ്രൈഡ്, ലയൺസ്, പ്രൈഡ്. ദെൻ ഔൾസ്, മൂങ്ങകൾ. രസകരമാണ്. മൂങ്ങകളുടെ കൂട്ടത്തെ പാർലമെന്റ് എന്നാണ് പറയാറ്. നമ്മൾ സാധാരണ മന്ത്രിസഭ കൂടുന്ന പാർലമെന്റ് തന്നെ, ആ സ്പെല്ലിംഗ് തന്നെയാണ്. അപ്പൊ പാർലമെന്റ്. ഓക്കെ അല്ലേ? അപ്പൊ പാർലമെന്റിൽ ഇങ്ങനെ കുറെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കേട്ടിരിക്കുന്നു, ഒന്നും മിണ്ടുന്നില്ല. അപ്പൊ ഔൾസ്, പാർലമെന്റ്. ഓക്കെ അല്ലേ? അപ്പൊ അത് രസകരമായിട്ട് നമുക്ക് പഠിക്കാം. സ്കൂള് ഫിഷസിന്റെ ഗ്രൂപ്പിന് പറയുന്നു, ലയൺസിന്റെ ഗ്രൂപ്പിനെ പ്രൈഡ് എന്ന് പറയുന്നു, ഔൾസിന്റെ കൂട്ടത്തിനെ പാർലമെന്റ് എന്ന് പറയുന്നു. ഇനി രണ്ടാമത്തെ ചിത്രം കണ്ടോ? രണ്ടാമത്തെ ചിത്രത്തിൽ നിങ്ങൾ എന്തൊക്കെയാ കാണുന്നേ? കുറച്ച് സ്റ്റെയേഴ്സ് ഉണ്ട് അല്ലെ, കുറച്ച് സ്റ്റെയേഴ്സ് ഉണ്ട്. ദെൻ ആ സ്റ്റെയേഴ്സിൽ കുറച്ച് ഗൊറില്ലാസും നിൽപ്പുണ്ട്, മ്യൂസിഷ്യൻസും നിൽപ്പുണ്ട് അല്ലെ, മ്യൂസിഷ്യൻസും നിൽപ്പുണ്ട്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് ഒരു ഷിപ്പുണ്ട്. ഷിപ്പിന് മുകളിലായിട്ട് ഒരു ചെറിയൊരു പ്ലെയിൻ അവിടെ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കാണാൻ കഴിയും. കണ്ടോ? ഏറ്റവും മുകളിലായിട്ട്. അപ്പൊ നമുക്ക് നോക്കാം. അവിടെ സ്റ്റെയറിന് മുകളിൽ മ്യൂസിഷ്യനും ഉണ്ട്, ഗൊറില്ലാസും ഉണ്ട് അല്ലെ. അപ്പോ പാട്ടുകാരുടെ കൂട്ടത്തെ ബാൻഡ് എന്ന് പറയുന്നത് പോലെ തന്നെ ഗൊറില്ലാസിന്റെ കൂട്ടത്തെയും നമ്മൾ ബാൻഡ് എന്നാണ് പറയാറ്. ഈ ചിത്രങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ നന്നായിട്ട് കയറിയാലേ നിങ്ങൾക്ക് ഉപയോഗം ഉണ്ടാവും കേട്ടോ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി. ഗൊറില്ലാസും പാട്ടുകാരും ഒരേപോലെ നിൽക്കുന്നു, ഗൊറില്ലാസും പാട്ടുകാരും ഒരേപോലെ നിൽക്കുന്നു. അപ്പൊ അവരുടെ കൂട്ടത്തെ നമ്മൾ ബാൻഡ് എന്ന് പറയുന്നു. ഇനി പ്ലെയേഴ്സിന്റെ കൂട്ടത്തെ നമ്മൾ ടീം എന്നാ പറയുക അല്ലെ. ഫുട്ബോൾ ടീം, ക്രിക്കറ്റ് ടീം എന്നാണ് പറയാറ്. അതുപോലെ തന്നെ കാളകളുടെ കൂട്ടത്തെയും നമ്മൾ ടീം എന്ന് തന്നെ പറയുന്നു. ദെൻ സെയിലേഴ്സിന്റെ കൂട്ടത്തെ നമ്മൾ ക്രൂ എന്നാ പറയാറ്. ക്യാബിൻ ക്രൂ എന്ന് പറയില്ലേ, അതേപോലെ സെയിലേഴ്സിന്റെ കൂട്ടത്തെ ക്രൂ എന്ന് പറയുന്നു. അതങ്ങനെ തന്നെ പഠിക്കുക, സെയിലേഴ്സ്, ക്രൂ. ഇനി ഷിപ്സിന്റെ കൂട്ടത്തെ ഫ്ലീറ്റ് എന്ന് പറയുന്നു. ഫ്ലൈറ്റ് അല്ല, പക്ഷെ നമ്മൾ സ്റ്റെയേഴ്സ് മുകളിലോട്ടല്ലേ പോകുന്നത്, അതുകൊണ്ട് നമ്മൾ ഫ്ലൈറ്റ് എന്ന് പറയുന്നു. അപ്പൊ അവിടെ സ്റ്റെയേഴ്സ് കാണുന്നില്ല. അപ്പൊ സ്റ്റെയേഴ്സ് മുകളിലോട്ട് പോകുന്നത് കൊണ്ട് ഫ്ലൈറ്റ് എന്ന് പറയുന്നു. സ്റ്റെയേഴ്സ് മുകളിലോട്ട് പോകുന്നുണ്ട്, ഫ്ലൈറ്റ് എന്ന് പറയുന്നു. എന്നാൽ കപ്പൽ മുകളിലേക്ക് പോകാറില്ല, അതുകൊണ്ട് നമ്മൾ അതിനെ ഫ്ലീറ്റ് എന്ന് പറയുന്നു. സ്റ്റെയേഴ്സ് മുകളിലോട്ട് പോകുന്നുണ്ട്, ഫ്ലൈറ്റ് എന്ന് പറയുന്നു. ഷിപ്പ് നേരെ പോകുന്നത് കൊണ്ട്, കടലിലൂടെ അല്ലേ പോകുന്നുള്ളൂ, മുകളിലേക്കൊന്നും പോകുന്നില്ലല്ലോ, അതുകൊണ്ട് അതിനെ ഫ്ലീറ്റ് എന്ന് പറയുന്നു. ഇനി സോൾജേഴ്സിന്റെ ഗ്രൂപ്പിനെ ആർമി എന്ന് പറയുന്നു എന്നത് അറിയാത്തവരുണ്ടാവില്ല. അപ്പൊ അതുകൂടി പഠിക്കുക. സോൾജേഴ്സിന്റെ ഗ്രൂപ്പിനെ ആർമി എന്ന് പറയുന്നു. ദെൻ അടുത്തത് ട്രീസിന്റെ കൂട്ടത്തെ
ക്ലംബ് എന്ന് പറയുന്നു, ട്രീസിന്റെ. അപ്പൊ ട്രീയിൽ ക്ലൈംബ് ചെയ്യുക, കയറുക എന്ന് ഓർക്കുക. ട്രീയിൽ കയറുക. അപ്പൊ ട്രീസിന്റെ കൂട്ടത്തെ ക്ലംബ് എന്ന് പറയുന്നു. ദെൻ മൗണ്ടൈൻസിന്റെ കൂട്ടത്തെ ചെയിൻസ്, പർവ്വതനിര എന്ന് പഠിക്കുക. പർവ്വതനിര, അപ്പൊ മാല പോലെ ഇങ്ങനെ പർവ്വതം നിൽക്കുന്നു, അപ്പോൾ ചെയിൻസ്, മൗണ്ടൈൻസ്, ചെയിൻസ്. ഇനി ഫയൽ, ബുക്ക്, രണ്ടും ഓർത്ത് വെക്കുക. ഫയൽസിലെ എഫ് മാറ്റി പി കൊടുത്തു കഴിഞ്ഞാൽ ബുക്കിന്റെ കൂട്ടമായി. കുറെ ഫയൽ അടുക്കിയിരിക്കുമ്പോൾ ബുക്ക് പോലെ ആവില്ല. അപ്പൊ ഫയൽസ്, അതിന്റെ ഗ്രൂപ്പിനെ നമ്മൾ പൈൽസ് എന്നാണ് പറയുന്നത്. സോറി, ഫയൽസിന്റെ ഗ്രൂപ്പിനെ നമ്മൾ ഹീപ്പ് എന്നാണ് പറയുക, ഹീപ്പ്. എന്നാൽ ബുക്കിന്റെ കൂട്ടത്തെ നമ്മൾ പൈൽസ് എന്ന് പറയുന്നു. നേരെ തിരിച്ചാണ്, കൺഫ്യൂഷൻ വരല്ല. ഫയൽസിന്റെ കൂട്ടത്തിൽ നമ്മൾ ഹീപ്പ് എന്ന് പറയുന്നു, കൂമ്പാരം, ഫയലിന്റെ കൂമ്പാരം. അപ്പൊ ഫയലൊക്കെ നോക്കിയിട്ട് ആള് ഹീ എന്നിങ്ങനെ വിളിച്ചു കാണിക്കുന്നു എന്ന് ഓർത്തിരുന്നാൽ മതി. ഫയൽസ് ഒക്കെ നോക്കാതെ ഹീ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഫയൽസ്, ഹീപ്പ്. ദെൻ കുറച്ച് ബുക്കൊക്കെ ഇങ്ങനെ അടുക്കി വെക്കുന്ന സമയത്ത് അവിടെ പൈൽസ് ആവും. അപ്പൊ ഫയൽസ് പറയുന്ന സമയത്ത് നിങ്ങൾ പൈൽസ് ഓർത്തിരിക്കുക. പക്ഷെ പൈൽസ് എന്ന് പറയുന്നത് ഫയലിന്റെ കൂട്ടമല്ല. കുറെ ഫയൽ ഇരിക്കുമ്പോൾ ബുക്ക് പോലെ തോന്നുന്നില്ല. അപ്പൊ ബുക്സിന്റെ കൂട്ടത്തെയാണ് ഫയൽസ് എന്ന് പറയുന്നത്. ദെൻ ആരോസ്, അസ്ത്രങ്ങളുടെ കൂട്ടത്തെ ക്യൂ എന്നാ പറയുക. അസ്ത്രങ്ങളുടെ കൂട്ടത്തെ ക്യൂ എന്നാണ് പറയുക. ഓക്കെ അല്ലേ? അപ്പൊ അസ്ത്രം കാണിച്ചുകൊണ്ട് എല്ലാവരും ക്യൂ ആയിട്ട് നിൽക്കൂ എന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. തോക്കൊന്നുമില്ല. അപ്പൊ അസ്ത്രം കാണിച്ചിട്ട് ക്യൂ എന്ന് പറഞ്ഞ് ക്യൂ ആയിട്ട് നിർത്താൻ ശ്രമിക്കുകയാണ്. അപ്പൊ ആരോസ്, ക്യൂ. ദെൻ സ്നേക്സ്, പാമ്പിന്റെ കൂട്ടത്തെ ബെഡ് എന്ന് പറയുന്നു. അവിടെ ചിത്രത്തിൽ ഒരു പാമ്പ് നിൽക്കുന്നില്ലേ? പാമ്പ് ബെഡിൽ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് അല്ലെ? അപ്പൊ പാമ്പ് ബെഡിലേക്ക് നോക്കി നിൽക്കുന്നു. പാമ്പുകളുടെ കൂട്ടത്തെ ബെഡ്, ഡെൻ എന്നും പറയുന്നു. ദെൻ വർഷിപ്പേഴ്സ്, ഭക്തന്മാരുടെ കൂട്ടത്തെ നമ്മൾ കോൺഗ്രിഗേഷൻ എന്നാണ് പറയുക. സമ്മേളനം, പ്രയർ കോൺഗ്രിഗേഷൻ, പ്രാർത്ഥനാ സമ്മേളനം എന്ന് നമ്മൾ പ്രയോഗിക്കാറുണ്ട്. അപ്പൊ പ്രാർത്ഥനയ്ക്ക് പങ്കെടുക്കുന്ന ആളുകൾ എന്തായാലും ഭക്തന്മാരായിരിക്കുമല്ലോ. അപ്പൊ ഭക്തന്മാരുടെ കൂട്ടത്തെയാണ് നമ്മൾ കോൺഗ്രിഗേഷൻ എന്ന് പറയാറ്. ഓക്കെ അല്ലേ? ദെൻ ഇനി അടുത്തതിലേക്ക് വരാം. അവിടെ ആദ്യത്തെ ചിത്രത്തില് നിങ്ങൾ കാണുന്നത് ഒരു മനോഹരമായിട്ടുള്ള അരയന്നം അല്ലെ? അതിന്റെ പിന്നിൽ നിങ്ങൾ കാണുന്നത് ഒരു ബാങ്കാണ്. നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ ആ ബാങ്കിന്റെ പേര് ബെവി എന്ന് എഴുതിയിരിക്കുന്നതാണ്. അപ്പൊ ബെവി എന്ന ബാങ്കിന് സമീപം സുന്ദരിയായിട്ടുള്ള ഒരു അരയന്നം നിൽക്കുകയാണ്. ബെവി എന്ന ബാങ്കിന് സമീപം സുന്ദരിയായിട്ടുള്ള അരയന്നം നിൽക്കുകയാണ്. അപ്പൊ സ്വാൻസിന് നമ്മൾ ബാങ്ക് എന്നും പറയും, ബെവി എന്ന ബാങ്ക് എന്നും പറയും, ബെവി എന്ന് തന്നെ പറയും. ദെൻ സ്വാൻസിനെ നമ്മൾ സൗന്ദര്യത്തിന്റെ പ്രതീകമായിട്ടാണല്ലോ കാണുന്നത്. സോ ബെവി എന്നതിന് ബ്യൂട്ടിയുടെ കൂട്ടം എന്നും പറയാറുണ്ട്. അപ്പൊ സ്വാൻസ്, മനോഹരമായിട്ടുള്ള സ്വാൻ ആണ് ബെവി എന്ന ബാങ്കിന് സമീപം നിൽക്കുന്നത്. അപ്പോൾ സ്വാൻസിന്റെ കൂട്ടത്തെ ബാങ്ക് എന്നും ബെവി എന്നും പറയും. മനോഹരം, സുന്ദരമായിട്ടുള്ളതിന്റെ കൂട്ടത്തെ ബെവി എന്ന് പറയും. ദെൻ എക്സ്, മുട്ടകളുടെ കൂട്ടത്തെ ക്ലച്ച് എന്ന് പറയും. മുട്ടകളുടെ കൂട്ടം ഉണ്ട് എങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഇങ്ങനെ ക്ലച്ച് പിടിച്ച് പോകാൻ കഴിയില്ല. കാരണം മുട്ട എല്ലാം പൊട്ടിപ്പോകും. അപ്പൊ മുട്ട ഉണ്ടെങ്കിൽ ക്ലച്ച് പിടിക്കാൻ കഴിയില്ല. എക്സ്, ക്ലച്ച്. ദെൻ പെൻഗിൻ ആൻഡ് റാബിറ്റ്, പെൻഗിന്റെ കൂട്ടത്തെയും റാബിറ്റിന്റെ കൂട്ടത്തെയും നമ്മൾ പറയുന്നത് കോളനി എന്നാണ്. പെൻഗിന്റെ കൂട്ടത്തെയും റാബിറ്റിന്റെ കൂട്ടത്തെയും നമ്മൾ പറയുന്നത് കോളനി. അത് അങ്ങനെ തന്നെ പഠിക്കുക. അതിന് നമ്മൾ രസകരമായിട്ടുള്ള സാധനം അങ്ങനെ മാറ്റി വെച്ച് പഠിക്കുക. ഫിഷ്, സ്കൂൾ, ഔൾ, പാർലമെന്റ്, പെൻഗിൻ, റാബിറ്റ്, കോളനി, അങ്ങനെ തന്നെ പഠിക്കുക. ദെൻ ഹെയർ, മുടികളുടെ കൂട്ടത്തെ നമ്മൾ ടഫ്റ്റ് എന്ന് പറയുന്നു. അപ്പൊ മുടി നല്ല ടഫ് ആണ്. കുറെ കഴിഞ്ഞാൽ ഇനി മുടി വരല് കൂട്ടായിട്ട് വരൽ ടഫ് ആയിരിക്കും. അപ്പൊ മുടി നല്ല ടഫ് ആണ്, ഹെയർ ടഫ്റ്റ്. ഇനി നക്ഷത്രങ്ങളുടെ കൂട്ടം നമ്മൾ സയൻസിലൊക്കെ പഠിക്കാറുള്ളതാണ് കോൺസ്റ്റലേഷൻ. നക്ഷത്രങ്ങളുടെ കൂട്ടം കോൺസ്റ്റലേഷൻ. ഡിയർ ഫ്രണ്ട്സ്, ഒരു കാര്യം നിങ്ങളോട് പറയാണ്. നമ്മളിപ്പോ നോക്കുന്നത് പോലെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വൊക്കാബുലറി ക്ലാസ്സുകളും ഗ്രാമർ ക്ലാസ്സുകളും വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് വിൻസ്പയറിലൂടെ അവൈലബിൾ ആകുന്നതാണ്. സോ നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് തരണമെങ്കിൽ നമുക്ക് കിട്ടേണ്ടത് നിങ്ങളുടെ പ്രതികരണമാണ്, നല്ല ഫീഡ്ബാക്ക്. ഇനി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അഭിപ്രായം ഇതൊക്കെ തന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടും. നമ്മൾ ഇടയ്ക്ക് SCRT വളരെ തുടർച്ചയായിട്ട് ചെയ്തിട്ട് വന്നു. നമ്മൾ പക്ഷേ സ്റ്റോപ്പ് ചെയ്യാനുള്ള കാരണം നമുക്ക് കിട്ടുന്ന ആ ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വ്യൂവേഴ്സ് കുറയുന്നത് കൊണ്ടാണ്. ഒരു പക്ഷെ അത് നമ്മുടെ മാർക്കറ്റിങ്ങിന്റെ പ്രശ്നമായിരിക്കാം. അപ്പൊ നിങ്ങൾക്കറിയാം നമ്മൾ അങ്ങനെ മാർക്കറ്റിംഗ് ഒന്നും ചെയ്യാറില്ല. ഇതൊരു ചെറിയൊരു യൂട്യൂബ് ചാനലാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന ആളുകളിലേക്ക്, സ്റ്റഡി ഗ്രൂപ്പുകളിലേക്കൊക്കെ ഇത് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ അല്ലേ?
ദെൻ അടുത്ത രണ്ട് കാര്യങ്ങൾ കൂടി ഉണ്ട്, നമുക്ക് നോക്കാം. റെയിൻസ് എന്ന് പറഞ്ഞാൽ നശിച്ചു പോയ സാധനങ്ങൾ എന്നാണ്. താഴെ കണ്ടില്ലേ, കെട്ടിടങ്ങൾ നശിച്ചു നിൽക്കുന്നു. അപ്പോൾ റെയിൻസ്, നശിച്ചു പോയ സാധനങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ മാസ് എന്നാണ് പറയുക. ഇവിടെ കണ്ടില്ലേ, അപ്പൊ മാസ്. അപ്പോ സാധനങ്ങളെല്ലാം നശിക്കുന്നത് മാസ് ആയിട്ടാണ് പല സിനിമകളിലും അവതരിപ്പിക്കുക അല്ലെ. ഹീറോ വരുന്നു, എല്ലാം ഇടിച്ച് നശിപ്പിക്കുന്നു. അപ്പൊ റെയിൻസ്, കേടുപാടുകൾ വന്ന അല്ലെങ്കിൽ നാശനഷ്ടങ്ങളുടെ കൂട്ടത്തെ മാസ് എന്ന് പറയുന്നു. ദെൻ ഷൂസിന്റെ കൂട്ടത്തെ പെയർ, അതറിയാത്ത ആരുമില്ല, നമ്മൾ പ്രയോഗിക്കാറുണ്ടല്ലേ, പെയർ ഓഫ് ഷൂസ്. സോ ഡിയർ ഫ്രണ്ട്സ്, ഈ ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. നമ്മൾ ഒരു 50ഓളം കളക്റ്റീവ് നൗൺസ് ചില മെന്റൽ ഇമേജസിലൂടെയും ചിലത് ചെറിയ കോഡുകളിലൂടെയും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദെൻ വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മറ്റു ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാം. സോ നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്ന ജോലിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ദാറ്റ്സ് ഓൾ. താങ്ക് യു.